എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഹോട്ട് മിൽക്ക് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പോഞ്ച് ആയിട്ടുള്ള ഒരു വാനില ഫ്ലേവറിലുള്ള കേക്കാണിത്. ഇതുണ്ടാക്കുന്ന രീതി കുറച്ച് വ്യത്യാസമാണ്, നമ്മൾ സാധാരണ ചെയ്യുന്ന രീതി പോലെയല്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഹോട്ട് മിൽക്ക് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള മിൽക്കിൻ്റെ ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/4 കപ്പ് പാല് എടുത്തിട്ടുണ്ട്, പച്ചപ്പാലാണ്. ഇതിലേക്ക് നമ്മൾ 100 ഗ്രാം വെണ്ണയാണ് ചേർക്കുന്നത്. ഇത് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത വെണ്ണയാണ്, റൂം ടെമ്പറേച്ചറിലുള്ളതൊന്നും അല്ല. വെണ്ണ ഇതിലിട്ട് കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് ഉരുക്കിയെടുക്കണം. മൈക്രോവേവിൽ വെച്ചിട്ട് കുറേശ്ശെ ഇത് ഉരുക്കിയെടുക്കുക. വെണ്ണ മുഴുവനായിട്ട് മലിയുന്ന വരെ ഇത് ഉരുക്കിയെടുക്കുക. നിങ്ങൾക്ക് മൈക്രോവേവ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സോസ് പാനിലിട്ട് ഉരുക്കിയെടുത്താലും മതി. ഇനി വേണ്ടത് 3 മുട്ടയാണ്, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് ബീറ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര 1 കപ്പാണ് ഇതിലേക്ക് വേണ്ടത്. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരയും മുട്ടയും കൂടെ നന്നായിട്ട് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടി എന്ന് പറയുമ്പോൾ നമ്മളിതിലേക്ക് അരിച്ചാണ് ചേർക്കുന്നത്. ഒരു അരിപ്പയുടെ മുകളിലൂടെ 2 കപ്പ് മൈദയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഈ 2 കപ്പ് മൈദയ്ക്ക് ആവശ്യമായിട്ടുള്ള ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നമുക്കിതിലേക്ക് ചേർക്കണം. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നമുക്ക് വേണ്ടത്. ആദ്യം 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു, വീണ്ടും 1/2 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ള്, അതായത് 1/8 ടീസ്പൂണാണ് ബേക്കിംഗ് സോഡ. ഇതിലേക്ക് 1 നുള്ള് ഉപ്പ്, ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് ആ ബീറ്റർ വെച്ചിട്ട് തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചെയ്യാനായിട്ട് ബീറ്റർ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് മിക്സിയിലോ തടിത്തവി വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ ഒക്കെ മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആ ചൂടോട് കൂടിയിട്ടുള്ള പാലും വെണ്ണയും കൂടെ ഉള്ള മിക്സ്ചർ കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടിത് ബീറ്റാക്കി എടുക്കുക. അങ്ങനെ മുഴുവനും ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു ലോഫ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലോഫ് ടിന്നിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് റൗണ്ട് ആയിട്ടുള്ള ടിന്നിലും ഇതെടുക്കാവുന്നതാണ്. റൗണ്ട് ആയിട്ടുള്ള ടിന്നിൽ എടുക്കുമ്പോൾ 9 ഇഞ്ചിൻ്റെ റൗണ്ട് ടിൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് 2 കപ്പ് മൈദയുണ്ട്, അതുകൊണ്ട് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിരിക്കും. ഇതേ സമയം തന്നെ നമ്മൾ അവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിലാണ് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അവൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കാം. ഓവനിലല്ലാതെ നിങ്ങൾക്ക് പ്രഷർ കുക്കറിലോ സോസ് പാനിലോ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ കേക്ക് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ കേക്ക് ചൂടോടുകൂടിയാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് തണുത്തിട്ടാണ് കട്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ കഴിക്കുന്നതും തണുത്തിട്ടാണ്. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് അടുത്ത ദിവസം കഴിക്കുമ്പോഴാണ് ഈ കേക്കിന് ഒരു അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഈസ്റ്ററിന് കേക്കൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്